ആക്ഷൻ ഹീറോ രചന അജുവ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അതെ, എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടാട്ടോ. ഇറങ്ങിപ്പോരുമ്പോൾ അച്ചുവിൻ്റെ നാവിൽ നിന്ന് വീണ വാക്കിയിട്ട് ആനന്ദൊന്ന് പുഞ്ചിരിച്ചു. അമ്മക്കും ചേച്ചിക്കുമുള്ള പാഴ്സൽ ഫുഡ് കൊടുത്ത് അവരകത്തേക്ക് നടന്നു. അച്ചു ധൃതി വെച്ച് സാരി മാറാനെന്ന പോലെ മുൻതാണി നീക്കിയതും പെട്ടെന്ന് ആനന്ദിന് ഓർമ്മ വന്ന് അവനെ നോക്കി സാരി ശരിയാക്കി ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് നടന്നു. അവനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഇഷ്ടമാണ് പറഞ്ഞ് ഓർത്തിരുന്നു. ഓഫീസിൽ തൻ്റെ മുന്നിലുള്ള ഫയൽ മടക്കി വെച്ച് ആനന്ദ് ഫോൺ എടുത്ത് അച്ചുവിനെ വിളിച്ചു. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, താൻ റെഡിയായി നിൽക്കണം. അച്ചു ഒന്ന് മൂളിക്കൊണ്ട് ഫോണും വെച്ച് റെഡിയായി നിന്നു. എൻ്റെ അച്ചു, തനിക്ക് ആ സാരിക്ക് എടുത്ത് നിന്നൂടെ? ഒരു പാർട്ടിക്ക് പോവല്ലേ? ഏട്ടനല്ലേ പറഞ്ഞ് സാരിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന്. അത് വീട്ടിൽ നിന്നല്ലേ പറഞ്ഞ്. ഈ മനുഷ്യന് ഭ്രാന്താണോ എന്നും പിറിവിരുത്ത് അച്ചു സാരി മാറി വന്നു. കൂടുതലൊന്നും ചോദിക്കാതെ അച്ചു ബൈക്കിൽ കയറിയിരുന്നു. ആനന്ദിന്റെ വണ്ടി സ്റ്റോപ്പായ സ്ഥലം കണ്ട് അച്ചു ചെറുതായി ഒന്ന് പകച്ചു. പോലീസ് അക്കാദമി എന്ന് കണ്ടതും അച്ചു അതേ നിൽപ്പിൽ തന്നെയായിരുന്നു. വാ. ആനന്ദ് അവളെ തോളിൽ കൈയിട്ട് നടന്നു. അച്ചു കൈമാറ്റി അവനെ തന്നെ നോക്കി നിന്നു. ഇവിടെ ഒരുപാട് പോലീസുകാർ കാണില്ലേ? ആ, അതിനെന്താ? എന്താണോ, എനിക്ക് പോലീസുകാരെ കാണുന്ന പേടിയാ. സാധാരണ പോലീസുകാരെ പേടിക്കുന്ന ക്രൈം ചെയ്തവരാ. നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അച്ചു അതിനില്ലെന്ന് തോളുക്കി കാണിച്ചു. ഒന്ന് പേടിക്കാനും പാടില്ലേ? ഹലോ മിസ്റ്റർ ആനന്ദ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം വന്ന് അവനെ പൊതിഞ്ഞതും അച്ചു രണ്ടിനെയും നോക്കി. ബോഡി കണ്ടാൽ അറിയാം പോലീസുകാരാണെന്ന്. ഷീസ് മൈ വൈഫ് അച്ചു, സോറി അശ്വതി. അവളെ പരിചയപ്പെടുത്തി കൊടുത്തതും അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെയും കുറേ എണ്ണം വന്ന് സംസാരിക്കാൻ തുടങ്ങിയതും അച്ചു നഖവും കടിച്ചു പിടിച്ച് നിന്നു. ഇതാ പറയുന്ന പോലീസുകാരെ കെട്ടരുതെന്ന്. നിന്നൊരു വഴിക്കായി. നിന്ന നിൽപ്പിലൊരു പ്ലേറ്റ് ഫുഡും കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതെവിടേക്കാ പോണേ? റൂട്ട് മാറിയത് കണ്ട് തിരിച്ചു പോക്കിനിടയിൽ അച്ചു ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. അച്ചു പിന്നൊന്നും മിണ്ടിയില്ല. ഇത്തിരി നേരമുള്ള യാത്ര കഴിഞ്ഞ് ഒരു വീടിന് മുമ്പിൽ വണ്ടി നിർത്തിയതും അച്ചു ഇറങ്ങി വീടൊന്ന് കണ്ണോടിച്ചു. എവിടെയോ കണ്ടുമറന്ന പോലെ. വാടോ. ആനന്ദിന്റെ വിളിയിൽ അവൾ അവന് പിന്നാലെ നടന്നു. ഡോറ് തുറന്നു ഒരു പ്രായമായ അമ്മയെ മുന്നിൽ കണ്ട് അച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു. അവരൊന്നും മിണ്ടാതെ ഒരു നിമിഷം അച്ചുവിനെ തന്നെ നോക്കി നിന്നു. അവനോട് അകത്തുണ്ട്, നിങ്ങൾ വാ. ആനന്ദ കേട്ടപ്പോൾ തന്നെ അച്ചുവിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. അച്ചു ആ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കിയതും ആനന്ദ് അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വിജയ് എന്ന് വിളിച്ചതും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്ന് രൂപം വിളിച്ചെത്തു വന്നു. അച്ചു ഇമ വെട്ടാതെ അയാളെ നോക്കി നിന്നു. വീൽ ചെയറിൽ അടുത്തേക്ക് വരുന്ന ആളെ കണ്ട് അച്ചു ആനന്ദിനെ ഒന്ന് തലയിരിച്ച് നോക്കി. ആനന്ദ് അവളെ തോളിൽ നിന്ന് കൈയെടുത്ത് അവൻ്റെ അടുത്തേക്ക് നടന്നു. വിജയ്, നീയല്ലേ പറഞ്ഞ് അച്ചുവിനെ കാണുന്നു. അച്ചു അവനെ നോക്കി പുഞ്ചിരിച്ചതും അവനോടെ അവളും പുഞ്ചിരിച്ചു. എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നി. അവൾ വീണ്ടും വീണ്ടും അവനെ തന്നെ നോക്കി നിന്നു. കാണാൻ പറ്റിയല്ലോ, എനിക്കത് മതി. ഞാനിപ്പോൾ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ ആനന്ദ്? അച്ചു ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇവളിപ്പോൾ ആ പഴയ വായാടിയൊന്നല്ല കേട്ടോ. ഇനി എന്നെ പേടിച്ചിട്ടാണ് ഈ അടക്കൊന്നും അറിയില്ല. ആണോ അച്ചു? തന്നെയെന്നോ പരിചയമുള്ള പോലുള്ള അവൻ്റെ ചോദ്യം കേട്ടു അച്ചു ഒന്നും മിണ്ടാനാവാൻ നിന്നു. ഇവൻ ആളൊരു പാവ, കാണുന്ന പോലെയൊന്നുമല്ല. അച്ചു ഇവനെ നല്ലപോലെ നോക്കണം. അപ്പൊ എന്നെ ആര് നോക്കൂ? അച്ചു ആലോചിക്കാതിരുന്നില്ല. അച്ചു, നീ വീടൊക്കെ കാണുന്നില്ലേ? ആനന്ദിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അച്ചു ഒന്ന് മൂളിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അവിടെ ആകുമ്പോൾ അമ്മയെങ്കിലും കമ്പനിയുണ്ട്. അങ്ങേരെ എന്നെ ഒഴിവാക്കിയതായെന്നൊക്കെ അച്ചു സ്വയം പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. എന്തോ ഓർത്ത് നിൽക്കുന്ന അമ്മയുടെ തോളിൽ കൈവച്ചും അമ്മ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തു പറ്റി അമ്മേ? എന്തിനിപ്പോൾ സങ്കടപ്പെടുന്നത്? അത് മോളെ, ഞാൻ അവനോടൊപ്പം ഓടിച്ചാടി നടന്ന എൻ്റെ മോന ഇപ്പോൾ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും ആവാതെ ഇങ്ങനെ. അതിനാണ് അമ്മ കരയുന്നത്. അവ പെട്ടെന്ന് മാറൂട്ടോ, അമ്മ കരയണ്ട. അച്ചു അവരുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ആ അമ്മ അവളെ തന്നെ നോക്കി നിന്നു. ഇല്ല മോളെ, അവനൊരിക്കലും ഇനി എണീറ്റ് നടക്കില്ല. എന്തോ അത് കേട്ടത് അച്ചുവിനെ എങ്ങനെ അവരെ സമാധാനിപ്പിക്കണമെന്നറിയാൻ നിന്നു. വല്ലതും കുടിക്കാനുണ്ടാമേ? അവിടുന്ന് ഫുഡ് കഴിച്ചതാ, ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുക. അച്ചു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. അവളുടെ കുറുമിനൊട്ടും കുറവില്ലെന്ന് കണ്ട അമ്മ അവൾക്ക് നേരെ വെള്ളം എടുത്ത് നീട്ടി. അമ്മക്ക് ആ ഒരു മോനേ ഉള്ളൂ, വേറെ ആരുമില്ലേ? വെള്ളം കുടിച്ചുകൊണ്ട് അച്ചു ചോദിക്കുന്ന കേട്ട് അമ്മയൊന്ന് തരിച്ചു നിന്നു. പിന്നെയൊന്ന് മൂളിക്കൊണ്ട് അവളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അച്ചു വാതോരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. വിജയ്, അച്ചു അവളിപ്പോഴും നിന്റെ... ആനന്ദ് പറഞ്ഞു തീരുന്ന പിന്നെ അവനവൻ്റെ വാടച്ചു പിടിച്ചു. വേണ്ടടാ, അവളിപ്പോൾ നിന്റെ മാത്രം. നീ അവളെ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. എന്നാലും ഞാൻ പറയാ, അവളെ കണ്ണു നിറയാൻ നോക്കണം നീ. പാവ അവൾ ഒരുപാട് സഹിച്ചു. പക്ഷെ പറ്റുന്നില്ലടാ എനിക്ക്.
ഇഷ്ടമായിട്ട് തന്നെയാണ് അവളെ സ്വന്താക്കിയത്. പക്ഷെ അവളെ സ്നേഹത്തോടെ ഒന്ന് ഉമ്മ വെക്കാൻ പോലും എനിക്കായിട്ടില്ല. അങ്ങനെ വല്ലതും തോന്നുമ്പോൾ നിന്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അങ്ങനെ പറയല്ലേടാ. അവളെ നീ സ്നേഹിക്കണം. ആരും കൊടുക്കാത്ത സ്നേഹം നീ അവൾക്കായി കൊടുക്കണം. എല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഒരിക്കലും അവൾ നിന്നെ വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം. അതിനാദ്യം വേണ്ട നീ അവളോട് കുറച്ചുകൂടെ അടുക്കണം. നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒരു കുഞ്ഞുണ്ടായ അവൾക്ക് നിന്നെ വിട്ടുപോകാനാവില്ല. നീ എനിക്ക് വാക്കുതാ. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഞാൻ ഉടനെ കേൾക്കുന്നു. നിന്റെ ഉള്ളിൽ നീറുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ആ വാക്ക് നൽകുന്നു. അപ്പോഴേക്കും ഞാൻ ഉണ്ടാവൂടാ. എനിക്ക് കാണാൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞിനെ? അവനൊരു കണ്ണീരോടെ ചോദിച്ചതും ആനന്ദ് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു. ആഹാ, ഇതുവരെ തീർന്നില്ലേ? മോൾ തന്നെ ഓറഞ്ച് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി. ദാ നിങ്ങൾക്കുള്ള. അമ്മ ട്രേയിൽ 2 ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നു. ആനന്ദ് അത് എടുത്തു. വിജയ് തൻ്റെ ഇടത് കൈ കൊണ്ട് പതിയത് എടുത്ത് വായിലാക്കി. കണ്ണുനീരപ്പോഴേക്ക് ഒഴുകി തുടങ്ങി. അത് കണ്ടതും അമ്മ ഒന്നും പറയാനാവാതെ പുറത്തിറങ്ങി കണ്ണു തുടച്ച്. ഏട്ടൻ വരുന്നില്ലേ? ഇനിയും ലേറ്റായി ഞാനിവിടെ കിടന്ന് ഉറങ്ങൂട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അച്ചു പരിഭവമായി വന്നു. ആനന്ദ് അവളുടെ അടുത്തേക്ക് നടന്നു. എങ്കിൽ ഇറങ്ങാം, നമുക്ക് പിന്നെ വരാം അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കഴിയാനുള്ള മുറി കൂടി ഉണ്ട്. ഏയ് അതൊന്നും വേണ്ട. അച്ചു അവനുള്ള മറുപടി കൊടുത്തു. അവൻ അവളെ മതിവരോളം നോക്കി നിന്നു. എങ്കിൽ ശരി, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. ആനന്ദ് പറഞ്ഞു. വിജയ് ഒന്ന് പുഞ്ചിരിച്ചു. അവളെയും കൊണ്ട് അവൻ നീങ്ങുന്നു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ നോക്കി കണ്ടു. വാ, ഞാൻ അതുവഴിയാ ഡ്രോപ്പ് ചെയ്യാം. കോളേജിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആനന്ദ് അതും പറഞ്ഞ് വണ്ടി മുന്നിൽ നിർത്തിയത്. അച്ചു അതിൽ കയറിയിരുന്ന് പുറം ലോകത്തെ കാഴ്ചയൊക്കെ നോക്കി കണ്ടു. ആ ചേട്ടൻ എങ്ങനെയാട്ടാ ഇങ്ങനെയൊക്കെയായി? ആ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? പെട്ടെന്ന് അച്ചുവിൻ്റെ ചോദ്യം കേട്ടതും ആനന്ദൊന്ന് ഞെട്ടി. അവനൊരു ആക്സിഡന്റ് പറ്റിയതാ. ഓ, കൂടെ പഠിച്ചാണോ? അച്ചു വീണ്ടും എന്തോ ചോദിക്കാനെന്ന പോലെ വാ തുറന്നു. ആനന്ദ് വണ്ടി ബ്രേക്ക് ഇട്ടു. അപ്പോഴാണ് കോളേജിന് മുമ്പിൽ ലാൻഡായത് അച്ചു അറിയുന്നത് തന്നെ. ഇറങ്ങി അവനൊരു ബൈ പറഞ്ഞ് അച്ചു അകത്തേക്ക് നടന്നു. ആനന്ദിന്റെ വണ്ടി നീങ്ങിയതും അവൾ തന്നെ നോക്കി നിന്നു. ഒരു വാൻ വന്ന് നിന്നു. മിററിൽ കൂടി ആനന്ദ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കോളേജും കഴിഞ്ഞു വന്ന് അമ്മയോടൊപ്പം കിച്ചണിലിരുന്ന് കോളേജിലെ വിശേഷങ്ങളൊക്കെ ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അച്ചു. അപ്പോഴാണ് വൈകി അങ്ങോട്ട് വന്ന്. ഇവളിങ്ങനെ പോയി അധികം വൈകാതെ അമ്മയും കയ്യിലെടുക്കും. അവളെയും നോക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്ത് കുടിച്ചുകൊണ്ട് വൈകി ഡോറ് ശക്തിയായി അടച്ച്. പതിവില്ലാതെ ആനന്ദിന്റെ വണ്ടി നേരത്തെ വന്നെന്നറിയാതെ അച്ചു ഭയങ്കര സംസാരമാണ്. അവളുടെ സംസാരം കേട്ട് അവൻ കിച്ചണിലേക്ക് ചെന്നു. അച്ചുവിൻ്റെ ആ ചിരിയും കൈകൊണ്ട് ആക്ഷനിട്ടുള്ള സംസാരം അവൻ നോക്കി നിന്നു. അച്ചു, ഒരു കോഫി. പെട്ടെന്ന് ആനന്ദ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അച്ചു കൈ പിടിച്ച് അതേ പിടിയിൽ അവനെ തന്നെ നോക്കി. അവൻ ക്യാപ്പ് അവളുടെ തലയിൽ വെച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അച്ചു തലയിൽ നിന്ന് ക്യാപ്പ് എടുത്ത് അതിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി. പോലീസുകാരുടെ തൊപ്പി കണ്ടതും പെണ്ണ് അത് ആ നിമിഷം അവിടെ ഇട്ടു. ഒരു കൈയിൽ കോഫിയും മറുകൈയിൽ ക്യാപ്പുമായി മുറിയിലേക്ക് നടന്നു. രണ്ടും ടേബിളിൽ വെച്ച്. കക്ഷി ബാത്റൂമിലാണെന്ന് കണ്ടതും അച്ചു ആളെ ഫോൺ ടേബിൾ കണ്ടത് എടുത്തു നോക്കി. ഈശ്വര, ഇത് ലോക്കാണല്ലോ. ഇത് നോക്കാൻ എന്താ വഴി? പാറ്റേൺ ആണെന്ന് കണ്ടതും സ്ക്രീൻ തുടച്ച് മിനിക്കാനൊന്നും അറിയില്ല എന്ന പോലെ നിന്നു. ആനന്ദ് ഇറങ്ങി വന്ന് കോഫിയും കുടിച്ചുകൊണ്ട് ഫോൺ നോക്കി. അച്ചു ആണെങ്കിൽ അധികം ഉരച്ച് കളിക്കാതെ ഫോണിന്ന് വെക്ക് മനുഷ്യായെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആനന്ദ് ഫോൺ വെച്ച് കപ്പുമായി പുറത്തേക്ക് ഇറങ്ങിയതും അച്ചു ഫോൺ എടുത്ത് നോക്കി. അതിലെ എക്സ് പാറ്റേൺ കണ്ടപ്പോൾ തന്നെ അത് ഓണാക്കി ഗാലറിയൊക്കെ എടുത്തു നോക്കി. വിജയെ പറ്റി വല്ല ക്ലൂ ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും അവനൊരു പിക്ക് വരെ അതിലില്ല. ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞു? ഒരു പിക്ക് വരെ ഇല്ലല്ലോ. അച്ചു സ്വയം പറഞ്ഞതും പിന്നിലെ ഒരാളെനിക്ക് കണ്ട് തോന്നി. അച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അത് ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല. അതും പറഞ്ഞ പെണ്ണ് കോഫി കപ്പുമായി മുറിവിട്ടു. അന്ന് പോയ പോക്കാണ് സ്തുതി. പിന്നെ ഇന്നാണ് ലാൻഡായത്. ഇവളൊന്നുകൂടെ കൊഴുത്ത് മിനുത്തല്ലോ എന്ന് ചിന്തിച്ച് അവൻ അച്ചുവിനെ തന്നെ നോക്കി നിന്നു. അച്ചുവിന് അവൻ്റെ നോട്ട് അലോസരമായി തോന്നി. മുറിയിൽ വന്ന് അവൾ എന്തൊക്കെയോ സ്വയം പറഞ്ഞ് പല്ല് കടിച്ചേരിക്കുന്ന കണ്ട് ആനന്ദ് അവളുടെ അടുത്ത് ചെന്നു. എന്തു പറ്റി? അത് പറയുന്നോണ്ടെന്ന് തോന്നരുത്. നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവ് ആള് ശരിയല്ല. എന്തൊരു നോട്ടാ. ഞാൻ വെറുതെ വിട്ട ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇന്നത്തോടെ അയാളുടെ സൂക്കേട് ഞാൻ തീർത്തേനെ. എൻ്റെ അച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞ് വീട്ടിലെ സാരി യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇയാൾക്കെല്ലാം അറിയാമല്ലേ? എന്നിട്ടാണോ ഇയാളെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്? അയാൾ ഇവിടെ നിന്നോട്ടെ, പക്ഷെ നീ പേടിക്കണ്ട. അവൻ നിന്റെ ഒരു ചെറുവിരലിൽ പോലും തൊടില്ല. അതുപോലെ അച്ചു നീ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആരായാലും ഒന്ന് നോക്കിപ്പോവും. സാരിയിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഉഫ്. സന്തോഷത്തോടെ തിരിഞ്ഞെന്ന അച്ചു ആനന്ദിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ആനന്ദ് ഒരു കള്ളച്ചിരിയോട് അവിടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അച്ചു പതറി.
പിന്നിലേക്ക് 2 സ്റ്റെപ്പ് വെച്ചതും ചുമരിൽ സ്റ്റിക്കറായി നിന്നു. ഈശ്വര, ഇങ്ങേരുടെ കയ്യിലായ എൻ്റെ കാര്യം പോക്ക. നമുക്ക് റെയ്ഡ് പോയാലോ? അവളുടെ അടുത്ത് വന്നുകൊണ്ട് അവൻ പതിയെ ചോദിച്ചതും അച്ചു ശ്വാസം നീട്ടി വലിച്ച് തലയാട്ടി. എങ്കിലും ഈ സാരി മാറ്റുമോ? അച്ചു അവൻ്റെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. സാരി മാറ്റുന്ന അത്ര പന്തിയല്ല. കുറച്ച് മുന്നേ പറഞ്ഞോർത്ത് അച്ചു അതേ നിൽപ്പായിരുന്നു. പെട്ടെന്ന് വാ, അവനത് അവിടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞതും അച്ചു അതുമായി ബാത്റൂമിൽ ചെന്നു. ഈശ്വര, ഇതെന്താ വെള്ള സാരിയൊക്കെ? ഇതിനേക്കാൾ ഭേദം അല്ലേ വേണ്ട. ഞാനെന്താ ശരീരം മുഴുവൻ കാണിച്ചിറങ്ങാൻ സിനിമ നടിയോ? ഒരു ഡ്രസ് സെലക്ഷൻ ഇല്ലാത്തവനെയാണോ ഈശ്വര കെട്ടേണ്ടി വന്നത്? അച്ചു എന്തൊക്കെയോ പറഞ്ഞ് സാരിയും ചുറ്റി ഇറങ്ങി. ആനന്ദ് അവളെ കണ്ടതും നല്ലപോലെ നോക്കി. അച്ചു ആണെങ്കിൽ ഒരുമാതിരി തുണി ഉരിഞ്ഞ നിൽപ്പായിരുന്നു. അമ്മേ, ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളൂ. അപ്പോൾ റെയ്ഡ് നേരം പുലരോളുണ്ടോ? അച്ചു അതും ചിന്തിച്ച് സ്വയം ഒന്ന് നോക്കി. റെയ്ഡിന് പറ്റിയ കോലം. നേരെ ചോവൻ ബൈക്കിലിരിക്കാൻ പോലും പറ്റില്ല. അച്ചു ആനന്ദിന്റെ തോളിൽ കൈവച്ച് ബൈക്കിൽ കയറിയിരുന്നു. ആ തണുത്ത കാറ്റിനെ അവൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ഇതിനു മുമ്പ് ഇതേ ആനന്ദം അവൾ അനുഭവിച്ച പോലെ. അവളെ വരവേറ്റതുപോലെ മഴത്തുള്ളികൾ ചെറുതായി അവളുടെ മുഖത്തും കയ്യിലും പതിച്ചു. അയ്യോ, ദേ മഴ വരുന്നു. മഴ ശുഭലക്ഷണോ? റെയ്ഡിനോ? അച്ചൊന്ന് ആത്മഹതിച്ചു. ബൈക്ക് എവിടെയോ ലക്ഷ്യം വെച്ച് പോകുമ്പോഴേക്കും മഴയുടെ ശക്തി കൂടി അച്ചു അവനിലേക്ക് ഒന്നുകൂടെ അടുത്തിരുന്നു. ഇതെവിടേക്ക് ഈ പോകുന്നേ? നനഞ്ഞൊളിച്ച കോലം കണ്ട അച്ചു ചോദിച്ചു. എന്തേ, എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? ഇല്ല, ഇയാളുടെ കൂടെ ഈ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും വരും. പക്ഷെ എനിക്ക് നല്ലപോലെ തണുക്കുന്നു. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? ഇങ്ങനെ കാര്യമായിട്ടെന്തോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ പോയാൽ മതി. ആനന്ദ് പറഞ്ഞതും അച്ചു ഒന്ന് മൂളി. ബൈക്ക് നിർത്തിയതും അച്ചു ഇറങ്ങി സ്വയം ഒന്ന് നോക്കി. ഈശ്വര, അല്ലല്ലേ വൈറ്റ്, അതിപ്പോൾ ഇങ്ങനെയും ആയി. അച്ചു തിരിഞ്ഞെന്ന് സാരി തലപ്പൊക്കെ പിടിച്ച് കുടഞ്ഞു. മുടിയൊക്കെ നേരെയാക്കി ആനന്ദിനെ നോക്കിയതും ആളില്ല. അച്ചു അല്പം ഭയത്തോടെ ചുറ്റിലും നോക്കിയതും മുന്നിൽ ലൈറ്റ് തെളിഞ്ഞു. വായെന്നും പറഞ്ഞ് ആനന്ദ് നടന്നു. അച്ചു പിന്നാലെ നടന്നു. ആ പ്രകാശത്തിൽ അച്ചു ചുറ്റിനും നോക്കി. കരിമ്പിൻ തോട്ടമാണെന്ന് തോന്നുന്നു. അവൾ അതൊക്കെ നോക്കി നടന്നു. പെട്ടെന്ന് കാലിലെന്തോ തട്ടി. ആ എന്നും പറഞ്ഞ് കാലിൽ നോക്കിയതും ആനന്ദ് അവിടെ ഇരുന്ന് ലൈറ്റ് അവിടെ കാലിലേക്ക് മാറ്റി നോക്കി. ഒരു കല്ല് തറച്ച് കണ്ട് അത് എടുത്തു മാറ്റി. ആനന്ദ് അവിടെ കാലിൽ നിന്ന് ഉടലിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ എണീറ്റത്. അവൻ്റെ തൊണ്ട വരണ്ട പോലെ തോന്നിയവന്. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന അവളുടെ ദേഹത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ നിന്നതും അച്ചു നാണത്തോടെ നിന്നു. കുറച്ചുകൂടി നടക്കാറുണ്ട്, വഴി മോശമാണ് എന്നും പറഞ്ഞ് ആനന്ദ് അച്ചുവിനെ തൻ്റെ കയ്യിലെടുത്ത് നടന്നു. അച്ചു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ മറന്ന പോലെ ആയിരുന്നു. പിന്നെ പതിയെ ആളുടെ മുഖത്തേക്ക് നോക്കി. ആളുടെ നോട്ടം മറ്റെങ്ങോ ആണ്. ആ ദേഹത്തിൻ്റെ ചൂടിൽ അവൾ ഒന്നുകൂടെ പറ്റിച്ചേർന്നു. ഒരു ചെറിയ ഷെഡിലേക്ക് കയറിയതും അവളെ താഴെ ഇറക്കി. ആനന്ദ് ഷർട്ട് ഊരി മാറ്റിയതും അച്ചു ആ ബോഡിയും നോക്കി. ഇതെന്താ ഈ മാസിയിലൊക്കെ ഇങ്ങനെ? കരിങ്കല്ലൊന്നല്ലല്ലോ ഇങ്ങനെ കഴിക്കുന്നേ? മുഖത്ത് വെള്ളത്തുള്ളികൾ വന്ന് വീണപ്പോഴാണ് അച്ചു ഞെട്ടിക്കൊണ്ട് ആനന്ദിനെ നോക്കിയത്. എന്തെന്ന് പുരികമ്പൊക്കെ ചോദിച്ചതും അച്ചു ഡീസൻ്റായി ഒന്നുമില്ലെന്ന് കാണിച്ചു. നാണം കിട്ടും, വെറുതെ ഇന്ന് എന്നെ വഴിതെറ്റിക്കാനായിട്ട്. അച്ചു ഒച്ചയില്ലാതെ അതും പറഞ്ഞ് അല്പം മാറി നിന്നു. ആനന്ദ് അവൾ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അത് കണ്ട് അച്ചു പിന്നാലെ നടന്നു. അകത്തെ കാഴ്ച അവൾ പകച്ചു നിന്നു. ഒരു ചെറിയ ടേബിൾ, അതിൽ ലാമ്പ് ലൈറ്റ്, കുറച്ച് മാറിയൊരു കട്ടിലും ബെഡിൽ നിറയെ പൂക്കളും. അവൾ അതൊക്കെ കണ്ട് പകച്ചു നിന്നു. തൻ്റെ പുറം കഴുത്തിൽ ഒരു നിശ്വാസം പതിഞ്ഞത് അവൾ അറിഞ്ഞു. വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കിയതും തൊട്ടടുത്തായി നിൽക്കുന്ന ആനന്ദിനെ കണ്ട് അവളൊന്ന് പിന്നിലേക്ക് ചെരിഞ്ഞതും ബെഡിലേക്ക് ലാൻഡായി. പെട്ടെന്ന് തന്നെ എണീറ്റിരുന്നതും ആനന്ദ് കട്ടിലിനടുത്തായി നീങ്ങിയതും അച്ചു പതറിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് അവനെ നോക്കി. ആനന്ദ് അവളെ നോക്കിക്കൊണ്ട് തൻ്റെ ബനിയൻ കൂടി ഊരി മാറ്റിയതും അച്ചു ശ്വാസം എടുക്കാനാവാതെ നിന്നു. പരസ്പരം ഒന്നും പറയാതെ കണ്ണുകൾ തമ്മിൽ കോർത്തുകൊണ്ട് പ്രണയം പങ്കുവെച്ചതും ആനന്ദ് അവളുടെ അടുത്തേക്ക് പതിയെ നീങ്ങി. അവളുടെ കൈകളുടെ മേലെ വിരലോടിച്ചുകൊണ്ട് കഴുത്തിലെത്തിയതും അച്ചു അനങ്ങാനാവാതെ ഇരുന്നു. മാഞ്ഞു തുടങ്ങിയ തൻ്റെ കുങ്കുമത്തിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും ആദ്യ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവളുടെ കണ്ണിലേക്കും കവിളിലേക്കും മൂക്കിലേക്കും പതിഞ്ഞതും അച്ചുവിൻ്റെ കൈകൾ ബെഡിലേക്ക് അമർന്നു. ഒരു ചിരിയോടെ അവളുടെ അത്തരങ്ങൾ കടിച്ചുകൊണ്ട് അതിലേക്ക് തൻ്റെ ചുംബനങ്ങൾ പകർന്നതും അച്ചു നിയന്ത്രണം തെറ്റിയ പോലെ
അവൻ്റെ തോളിലിറുകെ പിടിച്ചു. അതിരങ്ങൾ മോചിപ്പിക്കാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് ഒഴുകി നടക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് കൂടിയതും അതുകൊണ്ടാവണം. അവൻ അവളെ മോചിപ്പിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി. എന്തേ, പേടിയുണ്ടോ? അച്ചുവിൽ എന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. ഞാനൊന്ന് റൊമാൻസിച്ച നീ പൊടിഞ്ഞു പോകുമെന്ന പേടിയാവല്ലേ? ആനന്ദ് ഒരു ചിരിയോടെ ചോദിച്ചതും അച്ചു ചെറുതായി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പം എല്ലാം പ്ലാൻഡ് ആണല്ലേ? നിന്റെ ഈ നോട്ടം സഹ്യം പറ്റുന്നില്ല പെണ്ണേ. ആനന്ദ് പ്രണയപൂർവ്വം പറഞ്ഞതും അച്ചു ഒന്ന് ചിരിച്ചു. അത് കണ്ടതും ആനന്ദ് അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൾ വിവസ്ത്രയാവുന്നതറിഞ്ഞതും ആനന്ദിൻ്റെ കയ്യിലിറുകെ പിടിച്ചു. അവൻ്റെ അത്തരങ്ങൾ ദേഹമാകെ ഒഴുകി നടക്കുമ്പോഴും അവൾ കണ്ണുകളിറുകെ അടച്ചു. ചെറുനോവോടെ അവൻ അവളിലേക്ക് അമരുമ്പോൾ അവൻ്റെ മേലെ നഖങ്ങൾ അമർത്തി. അവളുടെ തേങ്ങലുകൾ പോലും അവൻ്റെ ചുംബനത്തിൽ ലയിച്ചലിഞ്ഞില്ലാതെയായിപ്പോയി. ലാമ്പ് ലൈറ്റുകൾ അണഞ്ഞു. പുറത്ത് ശക്തമായ മഴയും. വാടിത്തളർന്നുകൊണ്ട് അവൾ അവൻ്റെ മേലേക്ക് വീണു. അവളെയും ചേർത്ത് പിടിച്ച് അവനും കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.